നമ്മളിപ്പോൾ മീൻപിടിപ്പാറയുടെ പാർക്കിൽ നിൽക്കുവാണ്. ഇവിടെ ഇപ്പോൾ വലിയ തിരക്കൊന്നുമില്ല. എന്തായാലും പിള്ളേർക്കുള്ള പാർക്കാണ്. 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെ ഉള്ള പിള്ളേർക്കുള്ള പാർക്കാണ്. ഇവിടെ വന്ന പേജ് കുറഞ്ഞായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതെ അതെ. ഇത് ഇവിടെ നമുക്ക് ഈ കുട്ടികൾക്കായിട്ടുള്ള ചെറിയൊരു പാർക്ക് ഉണ്ട്. അതെ. പിന്നെ നമുക്ക് ചെറിയൊരു 1 കിലോമീറ്റർ അല്ല 500 മീറ്റർ നടക്കാനുള്ള ഒരു വരിപ്പാതയുണ്ട്. കണ്ട നിങ്ങളീ കാണുന്നുണ്ട്. പിന്നെ ചെറിയൊരു പട്ടി നടന്നു പോകുന്നുണ്ട്. അതെ, ഇവിടെ സ്റ്റോപ്പായി കേട്ടോ, എൻഡായി നോക്കേ. കണ്ട ഇവിടെ തീർന്ന്. ഇവിടെ പഴയ ടിക്കറ്റ് കൗണ്ടറാന്ന് തോന്നില്ലേ? അതെ അതെ, ഇതാണ് പഴയ ടിക്കറ്റ് കൗണ്ടർ. കണ്ട ഇത് ഇല്ലേ? അതെ, പണ്ട് ഇവിടെ നിന്നും കൂടെ എൻട്രൻസ് ഉണ്ടായിരുന്നു, ഇപ്പോൾ അവർ നിർത്തലായി. അപ്പോൾ ഇവിടെ വരുമ്പം തന്നെ കയറുന്ന സൈഡിൽ പാർക്കിംഗ് ഏരിയ ഉണ്ട്, വിശാലമായിട്ടുള്ള പാർക്കിംഗ് ഏരിയയാണ്. പിന്നെ അതിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡാണ് ഈ മീൻപിടിപ്പാറയുടെ ആ ഒരു പ്രതിമ വെച്ചേക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അകത്തേക്ക് നടക്കുമ്പോൾ പാർക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ആ ഒരു പുഴയുടെ ഓരത്ത് നിൽക്കുവാണ്. മഴ സമയമുണ്ട്, നല്ല ഒഴുക്കുണ്ട്. പിന്നെ വെള്ളമൊന്നും അത്ര പോലെ, മൊത്തം ചെളി നിറഞ്ഞ വെള്ളം മൊത്തം ചെളി നിറഞ്ഞ കിടക്കുക. അതാണ്, അതുകൊണ്ട് നല്ല മഴയുള്ള സമയത്താണ് വന്നത്. അതുകൊണ്ടാണ് ഇത്ര ഒഴുക്ക്. മേളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമായിട്ടാണ് ഇത്ര ഒരു ചെളിയും കാര്യങ്ങളും. പിന്നെ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ തൽക്കാലം ഇറങ്ങുന്നില്ല. പിന്നെ നമുക്ക് ടിക്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ 20 റുപ്പീസ് ആവുന്നുള്ളൂ. അതെ, വളരെ തുച്ഛമായിട്ടുള്ളൊരു ടിക്കറ്റ് റേറ്റാണ്. പിന്നെ കൊട്ടാരക്കരയിൽ നിന്ന് ഇവിടേക്ക് എത്താൻ ആകെ ഒരു 4-4.5 കിലോമീറ്ററേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എത്താവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.